പറയുന്നത്. അപ്പൊ അത് അങ്ങനെയെങ്കിലും ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ, എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഒന്ന് റിപ്ലൈ ചെയ്തേ. കഴിഞ്ഞ ഇന്നലെ തന്ന പ്രോബ്ലംസ് എത്ര പേര് ചെയ്തു? ആരുമില്ല, അസഫ് മാത്രം. നാല്. ട്രൈ ചെയ്താ മതി. ആ, ആറ്. ഇനി ഇവർക്ക് ആദ്യത്തെ ഒരു ഹാഫ് സെഷൻ എന്തെങ്കിലും പിടുത്തം കിട്ടുള്ളൂ. അത് ഞാൻ ആദ്യം പറയാം. ബാക്കിയുള്ളവർ ഇനി എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാന്ന്. ഓക്കെ, സോ നമുക്ക് ഇന്നലത്തെ പ്രോബ്ലം ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം, നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ. സി, ഇതായിരുന്നു അടുത്ത ഒരു കേസ് അല്ലെ. നമ്മളിതിന്റെ ഇതായിരുന്നു ആദ്യത്തെ ഒരു പ്രോബ്ലം തന്നത് ചെയ്യാൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ് അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് കേസ് വന്ന് ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു നോക്കിയത്, റൈറ്റ്. സോ അതിന്റെ സൊല്യൂഷനിലേക്ക് പോകണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കണം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, bending moment diagram, right? SFD, BMD, right? Okay. So shear force diagram case again, നമുക്ക് പറയാം shear force at B, സ്പീഡ് ആയിട്ട് പോവാണ്. Shear force at B will be equal to 0 and shear force at A same തന്നെയാണ്, previously കിട്ടിയ അതേ കാര്യം തന്നെ ആയിരിക്കും വരിക. Area of this triangle ആണ്, which is nothing but half into W into L, അല്ലെ? സെയിം ആണ്. നമുക്ക് ഇപ്പോഴത്തെ കേസ് നോക്കാം, സെയിം തന്നെയാണ്. shear force at A, it is positive half into W into L, right? No, രണ്ട് പോയിന്റ് മാർക്ക് ചെയ്താൽ ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 ആണ്, ഷിയർ ഫോഴ്സ് അറ്റ് എ നമ്മൾ പറഞ്ഞു ഹാഫ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എൽ. ഇനി ഇതിനെങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യും? ഇതിനെങ്ങനെ ജോയിൻ ചെയ്യും? കർവാണ്, സെക്കൻഡ് ഡിഗ്രി കർവാണ്. ഇതുപോലെ തന്നെ ആണോ നിങ്ങൾക്ക് കിട്ടിയ? സെയിം കർവ് ആണോ കിട്ടിയ, അല്ല ഡിഫറെന്റ് ആണോ? ചെയ്തവരൊന്ന് റിപ്ലൈ ചെയ്യാം. സെയിം കർവ് ആണോ ഡിഫറെന്റ് ആണോ? യെസ്, ഇത് ചെയ്തിട്ടില്ലേ? ഡിഫറെന്റ് എങ്ങനെയാണ് ഡിഫറെന്റ് വന്നത്? അസഫ് ഒന്ന് പറഞ്ഞു, എന്ത് ഡിഫറൻസാ കിട്ടിയത്? കർവ് രണ്ട് തരത്തിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കിട്ടിയെന്നുള്ള അസംഷനിൽ ഞാൻ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, സോ ഇതിന്റെ ഈ ഒരു കേസിൽ കർവ് വരുന്ന ഡിഫറൻസ് എങ്ങനെ വരുന്ന വെച്ചാല്, ഇവിടെ സെയിം, നമുക്ക് സെയിം കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സെയിം കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. സി ഹിയർ യുവർ റേറ്റ് ഓഫ് ലോഡിംഗ് ഇസ് ഈക്വൽ ടു 0 അല്ലെ. റേറ്റ് ഓഫ് ലോഡിംഗ് 0 ആണ്. ഇവിടെ റേറ്റ് ഓഫ് ലോഡിംഗ് മാക്സിമം ആണ്, റൈറ്റ്. No, rate of loading 0 ആകുമ്പോൾ the slope of shear force diagram should be minimum, അല്ലെ? should be minimum or 0, right? അങ്ങനെ ആകുമ്പോൾ എങ്ങനെ ചെയ്യണം? ഇതുപോലെയാണ് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നത്, അല്ലെ? So your curve for this case will be something like this. Okay, ഇവിടെ മാക്സിമം വരും. നേരത്തെ കിട്ടിയതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, സെയിം വാല്യൂസ് ആണ്, പക്ഷെ when you are plotting the curve is different. Now, similarly, okay, bending moment diagram വരാം. BMD, bending moment at B is equal to 0. Now, bending moment at A എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. കൺസെപ്റ്റ് ഈസ് സെയിം. നമുക്ക് നോക്കാം, ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു W into L is the total area into perpendicular distance. എവിടുന്ന്? ഈ പോയിന്റ് നിന്ന് ഉള്ള സെൻട്രോയിഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, which is this much. Okay,
അപ്പൊ ഈ ഒരു കേസ് എടുക്കുമ്പോൾ യുവർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ആക്ച്വലി L/3 അല്ലെ, ഇത് ഏറ്റവും ക്ലോസ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു L/3 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1/6 WL² എന്ന് കിട്ടും. റൈറ്റ്, മൈനസ് W1/6 WL². സോ ഡിഫറെന്റ് ആണ്. ബെൻഡിങ് മൊമെന്റ് വന്നപ്പോ യുവർ വാല്യൂ ഇസ് ഓൾസോ ഡിഫറെന്റ് അല്ലെ. സോ ഇതിന്റെ കേസിൽ 1/3 WL² ആയിരുന്നു, പക്ഷെ ഇവിടെ വാല്യൂ യു ആർ ഗെറ്റിംഗ് ഇസ് 1/6 WL². ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കർവ് എങ്ങനെ വരും എന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ കർവ് വരക്കുമ്പോൾ എന്ത് ചെയ്യാം, തൊട്ട് പ്രീവിയസ് കേസ് പോവാം. പ്രീവിയസ് കേസിൽ ഇപ്പൊ ഇവിടെ ഷിയർ ഫോഴ്സ് ഈ പോയിന്റിൽ 0 ആണ്. അപ്പൊ എന്തായിരിക്കണം, സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മസ്റ്റ് ബി 0 അല്ലെ, ഈ ഒരു പോയിന്റിൽ. റൈറ്റ്, സോ ഇവിടെ സ്ലോപ്പ് 0 ആണെങ്കിൽ ദ ഓൺലി പോസിബിലിറ്റി ഈസ് ദിസ് വൺ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് സെയിം ആണ്, പക്ഷെ വാല്യൂ ഡിഫറെന്റ് ആണ്. റൈറ്റ്, സോ ദാറ്റ് ഈസ് ദ കേസ്. സോ ഇതുപോലെ കിട്ടിയോ? അപ്പൊ എങ്ങനെയാണോ കിട്ടിയത്, ചെയ്തവർക്ക് കിട്ടിയത് സെയിം ആൻസർ ആണോ അല്ല എടുക്കുന്നത്? ഓക്കെ, റൈറ്റ്, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, അത്രത്തോളം ആയത്തിന് ഏതാണ്ട് നിങ്ങളെ കൺസെപ്റ്റ് ക്ലിയർ ആയി വരുന്നുണ്ട്, അല്ലെങ്കിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് അടുത്ത ഈ ഒരു പ്രോബ്ലത്തിലേക്കും കൂടെ വരാം. ഓക്കെ, സോ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റൈറ്റ്. B, C, D, E and F. റൈറ്റ്, ഓക്കെ. സോ ഇതിന്റെ കേസിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ വരും നോക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എല്ലാം റൈറ്റ് ഡൗൺവേർഡ്സ് ആണ്. കംപ്ലീറ്റ് വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് പോവാം. കുറച്ച് പറ്റുന്നതും മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് തീർക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ ലോഡ് നേച്ചർ നോക്കിയിട്ട് തന്നെ ഈ ഒരു കംപ്ലീറ്റ് കേസിൽ നമുക്ക് ഡയഗ്രാം ഏതാണ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, സോ ഇനീഷ്യലി അറ്റ് പോയിന്റ് ബി, ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി ഇറ്റ് ഇസ് 10 kN അല്ലെ. പോയിന്റ് ബിയിൽ ഒരു ഷിയർ ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഇസ് 10 kN. സോ ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ലോഡ് 10 kN. റൈറ്റ്, ഫ്രം ബി ടു ഇ നോക്കിയാൽ, B2E നോക്കിയാൽ ഇറ്റ്സ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലൈൻ. ദാറ്റ് മീൻസ് നമുക്കൊരു ഒരു ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഇവിടം തൊട്ട് ഇവിടം വരെ. റൈറ്റ്, ആൻഡ് അറ്റ് ഇ നമുക്ക് വാല്യൂ ഒന്ന് ജസ്റ്റ് നോക്കാം. 3 × 3 ആണ്, 9 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 10 kN, ഇവിടെ 19 kN എന്ന് കിട്ടും. ഓക്കെ, ചെക്ക് ചെയ്യാം, 19 kN എന്ന് കിട്ടും. അറ്റ് പോയിന്റ് ഇ സെയിം തന്നെയാണ്, പക്ഷെ അറ്റ് പോയിന്റ് ഡി എന്താവും, യു ഹാവ് ടു ആഡ് ദിസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ആസ് വെൽ അല്ലെ. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ കൂടണം. ഓക്കെ, സോ ദിസ് ആക്ച്വലി ഹാഫ് ഇൻറ്റു 2 × 3 ആണ്, എന്ന് വെച്ചാൽ 3 എന്ന വാല്യൂ വരും. സോ ദ വാല്യൂ അറ്റ് ഡി ഇസ് ഈക്വൽ ടു എത്ര, 22 kN എന്ന് കിട്ടും. റൈറ്റ്, 22 kN കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ കർവ് എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ ലോഡിംഗ്, റേറ്റ് ഓഫ് ലോഡിംഗ് ഇസ് മിനിമം, അപ്പൊ കർവ് സ്ലോപ്പ് മിനിമം ആയിരിക്കണം. സോ യുവർ കർവ് is something like this. Okay, now this value is constant up to C. Up to C the value is constant, and at C എത്ര ഒരു 3 kN additional ആയിട്ട് വന്നു. So that means it becomes 25 kN. Then from there is a smooth increase അല്ലെ, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അപ്പോൾ അതുപോലെ ഒരു ഇൻക്രീസ് വരും. So this is your shear force diagram, and the value 2 × 3 6 അല്ലെ, 31 kN എന്ന് കിട്ടും. So this is your shear force diagram solution. Okay, കിട്ടിയോ? ഇങ്ങനെയാണോ കിട്ടിയ ഷിയർ ഫോഴ്സ് ഡയഗ്രാം? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഞാൻ ചെയ്തിരുന്ന മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ, ഫൈൻ, ഗുഡ് 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 ഗുഡ്. ഓക്കെ, സോ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരാം. റൈറ്റ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ പ്ലോട്ട് ചെയ്യാം. സ്റ്റെപ്പ് എഴുതുന്നില്ല. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വന്നാൽ again A, B, C, D, E and B. Okay, so bending moment ഡയഗ്രത്തിലേക്ക് വന്നാല് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഒബ്വിയസ്ലി 0 ആയിരിക്കും. ഓ സോറി, അത് ബോട്ടം സൈഡിലേക്ക് ആയിരിക്കില്ല, സ്ഥലം ഉണ്ടാവില്ല. A,
B, C, D, E, and B. Okay. Now, bending moment at B is equal to 0. Bending moment at E, നോക്കാം. bending moment at UDL ആണ്. അപ്പോൾ ഇവിടെ ഒരു കർവ് ആയിരിക്കും വരേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കാം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ എന്ന് പറയുമ്പോൾ രണ്ട് ലോഡിന്റെ എഫക്ട് വരുന്നു. ഒന്ന് 10 കിലോ ന്യൂട്ടന്റെ എഫക്ട് വരുന്നുണ്ട്. രണ്ടാമത് 10 കിലോ ന്യൂട്ടൺ കൊണ്ടൊരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. ഇതിനെ കൊണ്ടൊരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ UDL കൊണ്ടൊരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. അപ്പൊ നോക്കിയാൽ ബെൻഡിങ് മൊമെന്റ് ഇ എന്ന് പറഞ്ഞാൽ 10 into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിച്ച് ഇസ് 30 അല്ലെ. സോ ബെൻഡിങ് മൊമെന്റ് നോക്കാം അറ്റ് ഇ അല്ലെ. സോ 10 into 3 അതാണ് ഒരു ബെൻഡിങ് മൊമെന്റ്. പ്ലസ് എന്ത് വരും, ഇതിന്റെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 3 into 3 9 into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിച്ച് ഇസ് 1.5 അല്ലെ into 1.5. സോൾവ് ചെയ്താൽ 30 പ്ലസ് എത്ര വരാം, 30 പ്ലസ് 43.5 അല്ലെ, 30 ആയിരിക്കും. യെസ്. സോ അറ്റ് പോയിന്റ് ഇ 43.5 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. നെഗറ്റീവ് ആണ് വാല്യൂ, അതുകൊണ്ട് താഴേക്ക് പ്ലോട്ട് ചെയ്യണം. നൗ ഇതിന്റെ കർവ് എങ്ങനെ ജോയിൻ ചെയ്യും നോക്കാം. ഇവിടെ നോക്കാം. See here, your shear force value is minimum, shear force value is maximum. Minimum ആയതുകൊണ്ട് സ്ലോപ്പ് ഇങ്ങനെ വരും. Right. Okay. At point E. Now, at point D എടുക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് ഇനി എന്തൊക്കെ വന്നു? ഈ UDL എഫക്ട് വരും, സോറി UVL എഫക്ട് വരും, UDL വരും, പോയിന്റ് ലോണ്ട് വരും. ഓക്കെ. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് D എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 10 into 6 പ്ലസ് UDL കേസ് ആകുമ്പോൾ 9 into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 plus 1.5 4.5 പ്ലസ് UDL ടോട്ടൽ ഏരിയ ആണത് ഹാഫ് ഇൻറ്റു 3 into 2 എന്ന് വെച്ചാൽ 3 തന്നെ ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എത്ര എടുക്കുക, ഈ ഡിസ്റ്റൻസ് വേണം എടുക്കാൻ അല്ലെ. ഈ ഒരു ഡിസ്റ്റൻസ് വേണം എടുക്കാൻ, വിച്ച് ഇസ് നത്തിങ് ബട്ട് 1/3 into 3. ഓക്കെ, 1/3 into 3. കൺഫ്യൂഷൻ ഇല്ലല്ലോ. റൈറ്റ്. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 60 പ്ലസ് സംതിങ് പ്ലസ് 60 പ്ലസ് 9 into 4.5 13.5 അല്ലേ. അല്ല, 9 into 4.5 45 40.5 അല്ലേ. പ്ലസ് 40.5 പ്ലസ് 3 പ്ലസ് 3 റൈറ്റ്. കറക്റ്റല്ലേ? 103.5 കിലോ ന്യൂട്ടൺ മീറ്റർ ആണോ? വാല്യൂ മിസ്റ്റേക്ക് ഉണ്ടോ? അതൊന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ഇപ്പം മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് വെച്ചതാണ്. സെയിം അല്ലേ? ഓക്കെ. ഓ കറക്റ്റ് അല്ലേ? Yes, okay. 103.5 kilonewton meter. Right. Now, ഇതില് ഇനി ഇത് എങ്ങനെ കർവ് വരക്കാം എന്നുള്ളതാണ്. Again, എന്ത് ചെയ്യണ്ടേ? You have to check the shear force diagram. Loading diagram അല്ല, shear force diagram നോക്കുക. So here the shear force value is minimum, here the shear force value is maximum. എന്തായിരിക്കണം? Slope at this point should be minimum, slope at the next point should be maximum. Again, yes. Curve. Right. Okay, now ഇനി ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എടുക്കുന്ന സമയത്ത് അഗൈൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കുറച്ചുകൂടെ അധികം ലോഡ് വരും. 10 into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 plus 3 6 plus 3 9 പ്ലസ് UDL കേസ് UDL 9 into ടോട്ടൽ ലോഡ് 9 ആണ് into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് 3 plus 3 6 7.5 അല്ലേ. പ്ലസ് UVL കേസ് ടോട്ടൽ ലോഡ് is 1/2 into 2 into 3 അല്ലെ. അപ്പൊ 3 ആണ് അടുത്ത ലോഡ് വരുന്നത് into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 plus 1 that is 4. Right. So that's it. Right. I'm solving it to 90 plus 9 into 7.5 plus 12 plus 9 into 7.5 നോക്കാം.
70.5 ആണോ? 70.5 ആണെന്ന് തോന്നുന്നു. 160, 160, 172 ആണോ? 172.5 ആണോ വാല്യൂ? Sir, 169.5. 169 ആ? എന്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, 169. അത് യൂഡിയന്റെ എടുക്കുമ്പോ 3+1.5 എടുക്കണ്ടേ? ഏതാണ് 3+1.5 ആ യൂഡിയലിന്റെ എടുക്കുമ്പോ 3 ഇൻറ്റു ഏരിയ ഇൻറ്റു അതപ്പോ 3 ആവും. പിന്നെ ആ ഡിസ്റ്റൻസ് 3+1.5 അല്ല, 3+1 അല്ലേ? 3 ഇത് പ്ലസ് 1/3 ഇൻറ്റു 3 L/3 നമ്മൾ എടുക്കാം. 4 അല്ലേ? ഓക്കെ, വാല്യൂ ചെക്ക് ചെയ്താൽ നിങ്ങൾ വാല്യൂ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 9 into 7.5 67.5. എങ്ങനെയാണോ? 9 into 7.5 70.5. ഓ അതാ തെറ്റിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അത് ചെക്ക് ചെയ്താൽ ചേട്ടാ. ഞാനിങ്ങനെ അനുസരിച്ച് ചെയ്തപ്പോ ഓക്കെ. സോ 169.5 അല്ലേ? സോ അറ്റ് സി ഇറ്റ് ഈസ് 169.5. ഇനി നോക്കാം, ഇവിടെ എന്താ കോൺസ്റ്റന്റ് ലോഡാണ്. അപ്പൊ ഇതെന്തായിരിക്കണം? ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. റൈറ്റ്, ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. നൗ സിമിലർലി അറ്റ് പോയിന്റ് എ എത്ര കിട്ടിയേ? ഞാനത് ചെയ്യണ്ടല്ലോ ഇനി. പോയിന്റ് എ എല്ലാ ലോഡും കൂടെ എടുക്കാം. അത് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഫൈനലി കർവ് ഇങ്ങനെ ആയിരിക്കും വരിക. ഇങ്ങനെ ഒരു കർവ് വരും. ഓക്കെ, ഫൈനൽ വാല്യൂ എത്ര കിട്ടിയേ? ലാസ്റ്റ് വാല്യൂ ബെൻഡിങ് മൊമെന്റ് എ ഒരു ഹയർ വാല്യൂ കിട്ടും. ഓക്കെ, സോ ദിസ് 53 ആയിരുന്നു. ഓക്കെ, ചെക്ക് ചെയ്യാൻ മതി. ഓക്കെ, ഇതുവരെയുള്ള ലോജിക് തന്നെയാണ് അവിടെ കൂടെ അപ്ലൈ ചെയ്യേണ്ടത്, അത്ര മാത്രം. ഓക്കെ, 253 പോയിന്റ് സംതിങ്, റൈറ്റ്. സോ ദിസ് ഇസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഓൾമോസ്റ്റ് ഏതാണ്ട് ഒരു പ്രൊസീജിയർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എല്ലാം കറക്റ്റ് ചെയ്തു വന്നവർക്ക് ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനും കൂടെ പറ്റിയിട്ടുണ്ടെങ്കിൽ യെസ്, വെൽ ആൻഡ് ഗുഡ്. കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്, പേടിക്കണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് SFT ആൻഡ് BMD ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീമിലേക്ക് പോകാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു കാന്റിലിവർ ബീമിന്റെ കേസിൽ. സി വെൻ യു ആർ എക്സ്പെക്ടിങ് എ പ്രോബ്ലം ഇൻ എക്സാമിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ഇതുപോലത്തെ പ്രോബ്ലം ആണ്. നമ്പർ ഓഫ് ലോഡ് വരുന്ന ഒരു കാന്റിലിവർ ബീം ആയിരിക്കും ഒന്നിരിക്കലും ചോദിക്കുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് ലോഡ് വരുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും ചോദിക്കുക. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിലേക്ക് വരുമ്പോൾ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, സോ moving on to your simply supported beam. Or SSB. Okay, simply supported beam or SSB. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സിമ്പിൾ കേസ് വെച്ചിട്ട് ഫസ്റ്റ് ചെയ്യാം. ലോജിക് ഒന്ന് ക്ലിയർ ആയാൽ നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ലോഡ് വരുന്ന കേസിലേക്ക് തന്നെ പോവാം. ഓക്കെ ഓക്കെ, സോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ സ്റ്റാർട്ട് വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് എടുക്കാം ആദ്യം. വിത്ത് പോയിന്റ് ലോഡ്. Okay, with a point load condition. Now, so consider a simply supported beam. Simply supported beam എന്നുള്ള രണ്ട് എൻഡിലും ഒരു എൻഡിൽ ഹിഞ്ച്ഡ് സപ്പോർട്ടും രണ്ടാമത്തെ എൻഡിൽ ഒരു റോളർ സപ്പോർട്ടും വരുന്ന കേസാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും സിമ്പിൾ കേസ് എടുക്കാം, which is subject to a point load at the center. Okay, right. Now let the load be P. Okay, now let the distance be L. Okay, ഈ ഒരു കേസ് നമുക്ക് എങ്ങനെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാം എന്ന് നോക്കാം. SFT ആൻഡ് BMD. ഓക്കെ, കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ചെറിയൊരു പ്രൊസീജിയറിൽ ചെറിയൊരു മാറ്റമുണ്ട് ഇനീഷ്യൽ സ്റ്റെപ്പില്, ബാക്കിയൊക്കെ സെയിം ആണ്. റൈറ്റ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ കാന്റിലിവറിലെ കേസിൽ നമ്മൾ ഇനീഷ്യലി കാൽക്കുലേഷൻ തുടങ്ങുന്ന തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഒരു ലോഡ് തന്നിട്ടുണ്ട്, അതേപോലെ രണ്ട് സപ്പോർട്ട്സും ഉണ്ട് അല്ലെ. സോ ലെറ്റ് us name these supports as A and B എന്ന് നെയിം ചെയ്യാം. No, so when you are applying a load P, what happens is ഈ രണ്ട് സപ്പോർട്ടും it exerts a reactive force in the opposite direction, right?
it will exert a reactive force in the direct opposite direction. See, as like this. Okay, it will be exerting in opposite direction. So the first step actually is to find these reactive forces. Let this be RA and let this force be RB. Okay, so the first step is to find out the reactive forces RA and RB. So for the case of a simply supported beam, problem steps for solving simply supported beam in the case. Your first step is to determine the reactive forces. Okay, is to determine the reactive forces. Okay, which is RA and RB. Okay, now this എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ ഇതിനു വേണ്ടിയിട്ട് രണ്ട് സബ് സ്റ്റെപ്പ് വരുന്നു. You have to use your force equilibrium condition, and second is moment equilibrium condition. Moment equilibrium അല്ലെങ്കിൽ force balance ചെയ്യണം, പിന്നെ momentum balance ചെയ്യണം, and find the value of RA and RB. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. Second step is to start solving your shear force diagram, and the third step is to find your bending moment diagram. Okay, അപ്പോൾ ഫസ്റ്റ് ഈ കാര്യം ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം കാണേണ്ടത് റിയാക്റ്റീവ് ഫോഴ്സസ് RA and RB ആണ്. Right. So we'll start with the first step. Okay, ഏറ്റവും basic problem ആണ് എടുത്തത്. It is acting at the center. Load is acting at the center. Now we'll start with determining the reactive forces. Right. Now, so the first step like determination of first step, step 1, reactions. Okay, reactions കണ്ടെത്താം. Okay, ഇത് നിങ്ങൾ പണ്ട് ചിലപ്പോൾ മെക്കാനിക്സ് ചെയ്തിട്ടുണ്ടാവും, അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് പോവാം. Okay, so to find the reaction, ഞാൻ പറഞ്ഞു ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഫോഴ്സ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് അല്ലെ. ഫോഴ്സ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. റൈറ്റ്. സോ ഇവിടെ ഈ ഒരു ഫോഴ്സ് കൊടുക്കുന്നതിന് രണ്ട് സപ്പോർട്ടിങ് ഫോഴ്സസ് ഇങ്ങനെ താങ്ങി നിർത്തുന്നു. ഇപ്പൊ നമ്മൾ നാട്ടുപുറത്ത് നമുക്ക് സാധാരണ ബെഞ്ചിൽ ഇരിക്കുന്നു. ഓക്കെ, ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അതിന്റെ രണ്ട് കാലുമാണ് നമ്മൾ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. അത് മൂവ് ചെയ്യുന്നില്ല ആണെങ്കിൽ ആ ഫോഴ്സ് ബാലൻസ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് അത് എന്താ പറയാ, അതിനൊരു മൂവ്മെന്റ് ഇല്ലാതെ അങ്ങനെ തന്നെ നിൽക്കുന്നത്. നേരെ മറിച്ച് ഒരു ബെഞ്ചിന് നമ്മൾ സൈഡിൽ നിന്ന് പിടിച്ചങ്ങ് തള്ളുക വിചാരിക്കുക, അപ്പൊ എന്താ സംഭവിക്കുക, ബെഞ്ച് അങ്ങ് മൂവ് ചെയ്തു. ഓക്കെ, കാരണം എന്താ, ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് അത് റെസിസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. അപ്പൊ അവിടെ ഒരു മോഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. നേരെ മറിച്ച് അതിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് അതിലൊരു മോഷൻ ഇല്ല. അപ്പൊ എന്താ ചെയ്യുന്നത്, ആ ഫോഴ്സിനെ അതിന്റെ രണ്ട് കാലും ബാലൻസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. സോ സെയിം കാര്യം തന്നെ ഇവിടെ. So this load P is balanced by these two forces. So first of all, you have to balance the forces. So first equation, it is RA plus RB will be equal to P. This is your first equation, right? So your RA and RB is equal to P. Like this, orthogonal on version cheyanda, upward force is equal to downward force. Okay, so equate these two forces, you will get which is equal to P. This is your first equation. Okay. Now second equation is the equilibrium condition. Moment equilibrium equation. Moment equilibrium equation. So I'm taking moment with respect to A. I'm assuming moment with respect to A is equal to 0. കാരണം ഇതിലൊരു റൊട്ടേഷൻ ഒന്നും ഇല്ല അല്ലെ, ഇത് അങ്ങനെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സി ആക്ച്വലി വിത്ത് ഈ P എന്നുള്ള ലോഡ് ഹാസ് എ ടെൻഡൻസി ടു മേക്ക് ദിസ് വൺ റൊട്ടേറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, P എന്നുള്ള ലോഡ് കൊണ്ട് P into ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എന്താ, ഇവിടെ ഇതേപോലെ ഒരു ഫിക്സിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ആയി പോയാൽ അല്ലെ. അതേപോലെ RB into L is giving an anti-clockwise moment. Right. P into L ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കൊണ്ട് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. ഇതെന്താ, ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ആൻഡ് ഇതൊരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. റൈറ്റ്. So this clockwise moment, clock ഇങ്ങനെ എടുത്താലും മതി, your clockwise moment is balanced by anti-clockwise moment. Okay, so on equating that two, നമുക്ക് ഇങ്ങനെ പറയാം. So P into ഈ ഡിസ്റ്റൻസ് അല്ലെ സെന്ററിൽ ആയതുകൊണ്ട് this distance is actually L by 2. Okay, so P into L by 2 is nothing but RB into L ആണ് അല്ലെ. P into L by 2 is equal to RB into L, or your resistive reactive force RB is nothing but P by 2. Resistive force RB is equal to P by 2. Let this be your second equation. Now when you substitute 2 in 1, you will get RA also equal to P by 2. See, simple logic ആണ്. നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. നമ്മൾ സെന്ററിൽ ഒരു P എന്നുള്ള ലോഡ് കൊടുക്കുമ്പോൾ രണ്ട് കാലിലും ഈക്വൽ ആയിട്ടായിരിക്കും അതിന്റെ ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലെ. അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്ത് വെച്ചത് അല്ലെ. RB യിൽ P by 2 കൊടുക്കുന്ന ലോഡ് P ആണ്, RB യിൽ P by 2 ആണ് വരുന്നത്.
and RA-ലും P/2. This is equal to P/2. RA-ലും the load is equal to P/2. Fine. Clear ആണോ? ഇതുവരെ ക്ലിയർ ആണോ? Yes, sir. Yes, sir. Right. അപ്പൊ ഇപ്പൊ ഇൻ ഷോർട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഫോഴ്സസ് ഉണ്ട് ഇവിടെ. RB ഉണ്ട്, P ഉണ്ട്, RA ഉണ്ട്. നൗ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലേക്ക് പോവാം. ഞാൻ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ നമുക്ക് ഡയഗ്രമായിട്ട് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഓക്കെ, നമുക്ക് അവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ കാര്യത്തിലേക്ക് വരാം. Now we'll start with the shear force diagram. Okay, ഞാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഞാൻ പറഞ്ഞ അതേ കൺസെപ്റ്റ് അതുപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. So let this point be B, let this point be C. Okay, so consider the section CB. Section by section തന്നെ എടുക്കണം. Select the section CB. Now shear force at B പറഞ്ഞു എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് at B. ഞാൻ എല്ലാ ഫോഴ്സസും കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ പറ ഷിയർ ഫോഴ്സ് at B എന്തായിരിക്കും? B എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പറഞ്ഞോ, കുഴപ്പമില്ല, തെറ്റട്ടെ. യെസ്, P/2 is the force അല്ലെ? ആ ഒറ്റ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. B എന്നുള്ള പോയിന്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, which is nothing but P/2. ഇനി നോക്കുക, ഇത് എന്താണ് എന്റെ സൈൻ വരിക? പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? Negative. നെഗറ്റീവ്, എക്സാക്ട്ലി റൈറ്റ്. അപ്വേർഡ് നെഗറ്റീവ് ആണ്. സോ യുവർ RB ഫോഴ്സ് ഈസ് മൈനസ് P/2. ഓക്കെ, നൗ ഓക്കെ, ഇതേ കൺസെപ്റ്റ് നമ്മൾ പണ്ട് പറഞ്ഞ അതേപോലെ തന്നെ. ഇവിടുന്ന് ഒരാൾ വരുന്നു, നോക്കുമ്പോ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, അത് താഴെ നിന്നാണ് അതിനെടുത്തു. ഓക്കെ, ഇനി ആശ നടന്നു പോവാണ് അപ് ടു സി, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. therefore the shear force at C is equal to minus P/2 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ AC എടുക്കാം. സോ കൺസിഡർ ദ സെക്ഷൻ AC. ഓക്കെ, അഗൈൻ ഷിയർ ഫോഴ്സ് at C എന്തായിരിക്കും? AC എന്നുള്ള സെക്ഷനിൽ ഷിയർ ഫോഴ്സ് at C P plus P/2. എക്സാക്ട്ലി അല്ലെ? അവിടെ ഒരു P കൂടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? സി ഇവിടെ മൈനസ് P/2 ആണ് അല്ലെ? മൈനസ് P/2 ഇതുവരെ ഉള്ളത്, പ്ലസ് ആഡ് P അല്ലെ? എന്തായി? 2P മൈനസ് P which is equal to plus P/2 എന്ന് കിട്ടും. ശരിയല്ലേ? പ്ലസ് P/2. അഗൈൻ ആ ലോഡ് കോൺസ്റ്റന്റ് ആണ് അപ് ടു എവിടെ? A വരെ. therefore shear force at A is equal to plus P/2. ഫൈൻ. അപ്പൊ ഷിയർ ഫോഴ്സിന്റെ എല്ലാ വാല്യൂസും കിട്ടി. നമുക്കത് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം അറ്റ് ബി. ഓക്കെ, അറ്റ് ബി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നെഗറ്റീവ് P/2 അല്ലെ? മൈനസ് P/2 ആണ്. വാല്യൂ ഇസ് മൈനസ് P/2. Now that is constant up to C അല്ലെ? C എന്നുള്ള പോയിന്റ് വരെ കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ സിയിൽ എന്ത് സംഭവിച്ചു? സി വരെ കോൺസ്റ്റന്റ് ആയിരുന്നു, സിയിൽ അത് പോസിറ്റീവ് P/2 ആയി അല്ലെ? പോസിറ്റീവ് P/2 ആയി. Now that is constant up to A. Therefore, this is your shear force diagram. Fine. Clear ആണോ? Clear ആണോ? മോമെന്റിലോടാണ് വരും. Right. ഇനി നമുക്ക് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് പോയിന്റ് ബൈ പോയിന്റ് എടുക്കാവുന്നേ ഉള്ളൂ. For the bending moment at B, bending moment at B is equal to നമുക്ക് ബാക്കിയെല്ലാം മറച്ചു വെക്കുക. കംപ്ലീറ്റ് മറച്ചു വെക്കുകയാണെങ്കിൽ എന്താ? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് P/2, പക്ഷെ there is no perpendicular distance. അപ്പൊ പറയാം your bending moment at B is equal to 0. അതിനൊരു ഒരു ടിപ്പും കൂടെ പറയാം. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ എപ്പോഴും അതിന്റെ എൻഡ് പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് വിൽ ഓൾവേസ് ബി 0. ഓക്കെ, ബിയിലും 0 ആയിരിക്കും, എയിലും 0 തന്നെ ആയിരിക്കും. റൈറ്റ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. അടുത്ത നോക്കേണ്ടത് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ആണ്. ഓക്കെ, സി ഇവിടെ ഒരു കാര്യം, നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ കേസിൽ എന്ത് ചെയ്യണം? നമുക്ക് പിന്നെ അതിന്റെ സൈൻ കൺവെൻഷൻ കൂടെ നോക്കാനുണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെയാണ് ബെൻഡ് ആവുക അല്ലെ? താഴേക്ക് ബെൻഡ് ആവുക. അത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? പോസിറ്റീവ്, ബിക്കോസ് ഇറ്റ് ഇസ് സ്മൈലിംഗ് മൊമെന്റ് അല്ലെ? സാഗിങ് ആണ്, പോസിറ്റീവ് ആണ്. റൈറ്റ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഇസ് ഈക്വൽ ടു bending moment at C is equal to എന്ത് വരും? ഒന്ന് പറഞ്ഞ എന്തായിരിക്കും വരാം? രണ്ടും എടുക്കാം. ബി എന്നുള്ള ലോഡ് എടുക്കാം. ഇതുവരെയുള്ളത് നമുക്ക് മറച്ചു വെക്കാം.
P/2 into L/2. Yes, exactly. All right. P by 2 into L by 2. So that is equal to PL by 4 is the bending moment at C. Now bending moment at A, ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം 0 ആണ് വരിക എന്നുള്ളത്. ബെൻഡിങ് മൊമെന്റ് at A നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്താ വരിക? P by 2 into L അല്ലെ ടോട്ടൽ ലെങ്ത്. P by 2 into L. നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. എങ്ങനെയല്ല രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഇത് ഈ RB കൊണ്ടുണ്ടാകുന്ന മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിന്റെ ഡയറക്ഷൻ വരുന്നത് അല്ലെ. അപ്പൊ മൈനസ് പി ഇൻറ്റു എൽ ബൈ ടു വരും അല്ലെ. എന്താ പി എൽ ബൈ ടു മൈനസ് പി എൽ ബൈ ടു വിച്ച് ഇസ് നത്തിങ് ബട്ട് 0. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് ഒരു ഡയറക്ഷനിലാണ്, ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ this is equal to 0. So bending moment at A value is also equal to 0. Positive ആണ് വാല്യൂ. A value, C value നമുക്ക് PL by 4 എന്ന് കിട്ടി. So join these two. Okay, you can join using a straight line. കാരണം ഇത് constant ആണ്. So your bending moment diagram is an inclined straight line. So this completes your bending moment diagram. Fine, clear ആണോ? അല്ല? Yes. ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ഇത് മാത്രമാണ്. എന്താണ്? അതില് റിയാക്ഷൻസ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, റിയാക്ഷൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഒരു എൻഡ് അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ ഇതില് ഇനി പിന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരുമ്പോൾ നമുക്ക് രസകരമായ കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും, പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും, ഇതുപോലത്തെ ട്രാൻസ്ഫോർമേഷൻസ് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും കുറെ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഫൈൻ. ഓക്കെ, സോ അങ്ങനെ നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. നോട്ട് ചെയ്തോ. പോയിന്റ് ലോഡിന്റെ ഒരു കേസ് എടുക്കാം. Okay, right. Our question is, draw the shear force diagram and bending moment diagram for a simply supported beam subjected to point loads as shown in the figure. Ten kilonewton, 20 kilonewton, 15 kilonewton. Two meter, 2 meter, 2 meter, 2 meter. Okay, let's draw the shear force diagram, bending moment diagram. ചെയ്ത് നോക്കുക, ഒരു 5 മിനിറ്റ് എടുത്തോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സി ഡി ഡി
യെസ് ആയോ കിട്ടിയോ? സൊല്യൂഷൻ കിട്ടിയോ? യെസ്, എന്താ അവസ്ഥ? നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഇനി സമയം കളയുന്നില്ല അല്ലേ? ആർക്കും കിട്ടിയോ? പ്ലീസ് റിപ്ലൈ, പ്ലീസ് റിപ്ലൈ. ഹലോ, എനിക്കൊരു ആൻസർ വേണം. നിങ്ങൾ എന്താ അവസ്ഥ? ചെയ്തോണ്ടിരിക്കുന്നു. പെട്ടെന്ന് പെട്ടെന്ന്. നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മള് എത്ര ആവട്ടെ, മാത്രം ടൈം നമുക്ക് ഉണ്ടാവില്ല. നോക്കാം, നിങ്ങൾ ചെയ്ത് ശരിയാന്ന് നോക്കാം. ചെയ്തത്രയും എന്നെ ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നോക്കാം. ഓക്കെ, സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോവാം. Okay, for the shear force diagram, we'll start with the section by section, right? Let this be. Axis for shear force diagram. Axis for bending moment diagram. So this is A, B, C, D, and D. Again A, B, C, D, and D. Right. Okay. So we'll start with shear force diagram, right? Now, shear force diagram is then. We'll start with the section by section, and I remember, and then you have to find the reactions, right? നമുക്ക് റിയാക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ റിയാക്ഷന്റെ കേസിൽ നമുക്ക് ഫോഴ്സ് ബാലൻസ് ചെയ്യാം. ഫസ്റ്റ് കേസ് ഫോഴ്സ് ബാലൻസ്. ഓക്കെ, സോ ഹിയർ RA plus RB ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 15 plus 20 plus 10 അല്ലെ? 30, 45, right? 45 കിലോമീറ്റർ. Now second, we'll do the moment balance, right? Moment balance ചെയ്യുമ്പോൾ so clockwise moment is equal to anti-clockwise moment എന്നുള്ള കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ, anti-clockwise moment എടുക്കുകയാണെങ്കിൽ clockwise moment 15 into 2 plus 20 into 4 with respect to A ആണ് എടുക്കുന്നത്. 15 into 2 plus 20 into 4 plus 10 into 6 അല്ലെ? plus 10 into 6 is equal to എന്താ വരിക? RB into reaction force RB into 8. Right. Upon solving, RB കിട്ടും. So RB is equal to 30 plus 80, 170 divided by 8 എന്ന് വരും. So RB value എത്ര കിട്ടി? 170 divided by 8. 21.25. Right, 21.25 ആണോ കിട്ടിയ? Yes, sir. Similarly, RA value substitute ചെയ്താല്
20.75 വരും അല്ലേ? 20.75 കിലോമീറ്റർ. അപ്പൊ RA RB വാല്യൂ കിട്ടി. ഇനി നമുക്ക് തുടങ്ങാം അല്ലെ? ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലേക്ക് തുടങ്ങാം. So we'll start with the shear force diagram. Now, for the section EB in the section എടുത്താൽ your shear force at B is equal to okay, B യിലുള്ള ആ ഒരു ലോഡ് എത്ര? 21.25 ആണ്. So that is 21.25 kilonewton, that to negative. ശരിയല്ലേ? Shear force at B is equal to 21.25. Shear force at E എന്തായിരിക്കും? Shear force at E എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, സെയിം തന്നെ, -21.25. Now for the section DE, അടുത്ത section DE എടുക്കുകയാണ്. For the section DE, again shear force at E is equal to എന്ത് ചെയ്യാം? -21.25 ന്റെ കൂടെ എന്ത് ചെയ്യാം? You have to add 10 kilonewton, right? That will give you -11.25 kilonewton is the shear force at E. Now shear force at D, again അതുവരെ വേറെ ലോഡൊന്നും വരുന്നില്ല. So same value ആണ്, -11.25 kilonewton. Now next section, for the section CD, again shear force at D എടുക്കുമ്പോൾ എന്തായിരിക്കും? -11.25 plus എന്ത് വരും? 20 വരും അല്ലെ? D എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് CD സെക്ഷനിലെ D എടുക്കുമ്പോൾ ഒരു add 20, right? എത്ര കിട്ടി? 20 minus 7.25, 8.75 കിട്ടും, പ്ലസ് 8.75 kilonewton എന്ന് കിട്ടും. Now again shear force at C, right? Again same തന്നെയായിരിക്കും, 8.75 kilonewton. Now for the last section AC, again shear force at C എടുക്കുന്ന സമയത്ത് you have to add 8.75 with 15, right? 8.75 plus 15 ചെയ്താൽ 23.8.75 ആയിരുന്നു. അന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല സർ. പ്ലസ് 15, 23.75. എന്താ പ്രശ്നമുള്ള? കാൽക്കുലേഷൻ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? RB 21.25 അല്ലടാ, RA 20 അല്ലല്ലോ, RA 23.75. 23.75. Okay, fine. Okay, shear force at C ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ 23.75 kilonewton കിട്ടും. Again shear force at A 23.75. ഇതാണ് ഒരു ചെക്ക് ചെയ്യാനുള്ള ഒരു രീതി. ഓക്കെ, നമ്മളൊരു എൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ എൻഡില് റിയാക്റ്റീവ് ഫോഴ്സ് തന്നെ ആയിരിക്കും ഫൈനൽ ആ പോയിന്റിൽ ഷിയർ ഫോഴ്സ് കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്ത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പോകും. ഓക്കെ, ഇനി വരക്കാണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് ബി, യെസ്, എത്രയാ? -21.25 അല്ലെ? 21.25 kilonewton ആണ്. സോ ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് അപ് ടു ഇ അല്ലെ? ഇനി ഇ എന്നുള്ള പോയിന്റ് എന്തായി? ഒരു 10 kilonewton ആഡ് ചെയ്തപ്പോൾ -11 ആയി. ഓക്കെ, കോൺസ്റ്റന്റ് ലോഡാണ്, 11.25 ആയി. ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് അപ് ടു ഡി. ഡിയിൽ എന്തായി? ഡിയില് 8.75, ഇവിടെയാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്, 8.75 ആയി. That is constant up to C. C യില് വീണ്ടും അത് കൂടി എത്രയാ? 23.75 ലെത്തി, 23.75. Okay, now that is constant up to A. So this is your shear force diagram. Right, this is your shear force diagram. Now അത് ബേസ് ചെയ്ത് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോകാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പോസിറ്റീവ് ആയിരിക്കും, എയും ബിയും പോയിന്റിൽ 0 ആയിരിക്കും എന്തായാലും. ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. Okay, so bending moment diagram, bending moment at B is equal to 0, bending moment at E
ബെൻഡിങ് മൊമെന്റ് ഇ എടുക്കുമ്പോൾ എന്താ വരാ ആർ ബി എന്നുള്ള ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ആർ ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 ആണ് അല്ലെ. ആർ ബി എത്ര? ആർ ബി 21.25 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് 2. റൈറ്റ്. സോൾവ് ചെയ്താൽ എത്ര കിട്ടും? 21.25 ഇൻറ്റു 2, റൈറ്റ്. 42.5 വരും അല്ലെ. 42.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. റൈറ്റ്. നോ, ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി എടുക്കുമ്പോൾ അഗൈൻ എത്ര? ആർ ബി ഇൻറ്റു ആ ഡിസ്റ്റൻസ് അല്ലെ. ആർ ബി ഇൻറ്റു ഡി വരെയുള്ള ഡിസ്റ്റൻസ്. ആർ ബി എത്ര? ആർ ബി 21.25 ഇൻറ്റു 4 മൈനസ് മറ്റേത് വെർട്ടിക്കൽ ഡൗൺവേർഡ്സ് ആണ്. 10 കിലോമീറ്റർ ആക്ട് ചെയ്ത വെർട്ടിക്കൽ ഡൗൺവേർഡ്സ് ആണ്. യു ഹാവ് ടു സബ്ട്രാക്ട് ദാറ്റ് വാല്യൂ. എത്ര? 10 ഇൻറ്റു 2. ഓക്കെ, subtracting you will get the value as 21.25. എത്ര വാല്യൂ വരാം? 21.25 85 65 വരും. 65 കിലോ ന്യൂട്ടൺ മീറ്റർ is the value at D. Okay, നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എടുക്കുന്ന സമയത്ത് ആർ ബി എത്രയായിരുന്നു? 21.25 into 6 minus 10 into 4 minus 20 into 1. Right. 127.5 minus 40 minus 60 67.5 വരും ആണോ? കിലോമീറ്റർ മീറ്റർ. Right. Yes. Now if you plot bending moment at B is equal to 0, bending moment at E 42.5, bending moment at D 65 അല്ല എത്രയായിരുന്നു ബെൻഡിങ് മൊമെന്റ് അറ്റ് D? 65. 65 ആണോ? ഇവിടെ മറ്റേ ഈ വാല്യൂ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. ഒന്ന് ചെക്ക് ചെയ്താൽ എത്ര വന്നത് സി വാല്യൂ? അതായത് 20 into 2 അല്ലേ? സോറി, 20 into 2 അല്ലേ? 40 minus 80 അല്ലേ വരിക? minus 80 വരുമ്പോൾ 47.5 വരുള്ളൂ അല്ലേ? 65 at C is 47.5. 47.5 and at A it will be 0. Right. Join ചെയ്താൽ ഇതുപോലെ കിട്ടും. Right. So this is your bending moment diagram. See, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ wherever there is a transition, ഷിയർ ഫോഴ്സിൽ എവിടെയൊക്കെയാണ് ട്രാൻസിഷൻ ഉള്ളത് ആ പോയിന്റിലായിരിക്കും ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരിക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ 15 കിലോമീറ്റർ 20 കിലോമീറ്റർ 10 കിലോമീറ്റർ ലോഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബെഞ്ചിന്റെ മുകളിൽ കയറി ഇരിക്കാൻ വിചാരിക്കാം. 3 ഡിഫറെന്റ് വെയിറ്റ് നമ്മൾ വെച്ചു. സോ ദ പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ ഇസ് മാക്സിമം അറ്റ് ദ സെന്റർ. ബെൻഡിങ് കൊണ്ട് ഉണ്ടാകുന്ന ഫെയിലിയർ മാക്സിമം ഉണ്ടാകാൻ ചാൻസസ് ഈ ഒരു പോയിന്റിലായിരിക്കും. ഞാൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ ബെൻഡിങ് മൊമെന്റ് വരുന്നത്. റൈറ്റ്. അതേ സമയത്ത് ഈ പോയിന്റിൽ ആണ് ഏറ്റവും കൂടുതൽ ബെൻഡിങ് ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് വരുന്നത്. റൈറ്റ്. So this is your bending moment diagram. Okay. Clear ആണോ? Right. Yes. ഓക്കെ, ഇനി ഇതിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും യൂണിഫോംലി വാരിയിങ് ലോഡൊക്കെ വരുന്ന കേസസ് ആണ്. കുറച്ച് പ്രാക്ടീസ് നിർബന്ധമായിട്ട് വേണം, എന്നാലേ അതിന്റെ കേസസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു യു ഡി എല്ലിന്റെ കേസ് നോക്കാം. ഇപ്പൊ ശരി, പിന്നെ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു ഐഡിയ എന്ന് പറഞ്ഞാല്
പിന്നെ ഒരുപാട് ഇതിന്റെ പ്രോബ്ലം മാത്രം ചെയ്ത് പോയാൽ ആക്ച്വലി ഒരുപാട് ടൈം വേണം. ശരിക്കും ഞാൻ ഈ SFD തന്നെ പണ്ട് ക്ലാസ്സിൽ എടുക്കല് ഈ ഒരു പോർഷൻ മാത്രം ഞാൻ സാധാരണ എടുക്കുന്നത് 9 അവർ സിലബസ് പറയുന്ന സാധനം ഞാൻ അപ്പൊ തന്നെ 13 അവറിൽ എടുത്തിട്ടാണ് ഞാൻ സാധാരണ ക്ലാസ്സിൽ തീർക്കുന്നത്. കാരണം ഇതിന്റെ എല്ലാ A to Z പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആ 9 അവറിന് പകരം സിലബസ് പറഞ്ഞത് 3 അവറാണ്. ഓക്കെ, അപ്പൊ വീണ്ടും ലിമിറ്റേഷൻസ് വരികയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് അഡീഷണൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൂടെ ഞാൻ വീഡിയോ ആക്കിയിട്ട് അയക്കാം. അന്നത്തെ പോലെ മറ്റേ തെർമൽ സ്ട്രെസ്സിനെല്ലാം ചെയ്ത പോലെ അതിന്റെ, കാരണം അത് പ്രോബ്ലം സെക്ഷൻ ആണ്. ശരിക്കും ഇവര് ചില യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് തന്നെ ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ട് പോവാന്നുള്ളതാണ്. പ്രോബ്ലം നിങ്ങൾ സ്റ്റുഡൻസ് തന്നെ തപ്പിപ്പിടിച്ച് ചെയ്യാന്നുള്ളതാണ് ആയിരിക്കണം യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ 3 അവർ കൊണ്ടൊന്നും ഇത് തീർക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു പ്രോബ്ലം ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ എത്ര ടൈം എടുക്കുന്നുണ്ട്, എത്ര ക്വാണ്ടം ഓഫ് എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും എന്റെ ഭാഗത്തുനിന്നും അതിന് വേണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇതിന്റെ അഡീഷണൽ പ്രോബ്ലംസ് ഞാൻ അങ്ങനെ ആക്കിയിട്ട് തരാം. അതുപോലെ ഇതിന്റെ ലാസ്റ്റ് സെക്ഷൻ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിന്റെ ലാസ്റ്റ് സെക്ഷൻ അതും വീഡിയോ ആക്കിയിട്ട് ഇടാം. അത് ബേസ് ചെയ്തിട്ട് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് തിങ്കളാഴ്ച ഒരു മൊഡ്യൂൾ ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ സെക്ഷൻ കൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ് പോർഷൻ കഴിയും. ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് തീരും. ഓക്കെ, 4th മൊഡ്യൂൾ. അപ്പൊ ഇതേപോലെ തന്നെയാണ് അടുത്ത മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് അടുത്ത 2 മൊഡ്യൂളും. ഒരുപാട് കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് വൈസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മോസ് AMS കൂടാതെ മെഷീൻ ഡിസൈനിന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ അടക്കം ഇതിലുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ ഇത് മാത്രം നമ്മുടെ കയ്യിലൊരു മുന്നിലൊരു വഴിയുള്ളൂ. അതായത് ഇത് ക്ലാസ് അവേഴ്സ് അങ്ങനെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും തീരില്ല. ഓക്കെ, 2-3 അവറിന്റെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നവമീന്റെ അന്ന് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, കുറെ കാലങ്ങളായിട്ട് പിന്നെ പൂജക്കായിരിക്കുമല്ലോ അല്ലെ, അപ്പോ അന്നെങ്കിലും എടുക്കുക. അന്ന് ആ തിങ്കളാഴ്ചകളും രാവിലെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ആ വീഡിയോ കണ്ടു തീർക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം ആ വീഡിയോ ഒന്ന് കണ്ടു തീർക്കുക. വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ അതിൽ സേവ് ചെയ്ത് യൂട്യൂബിൽ സെപ്പറേറ്റ് ചാനലിലാക്കിയിട്ട് ഞാൻ അയച്ചു തരാം. അത് ആദ്യം കണ്ടു തീർക്കുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. കാരണം അത് ബേസ് ചെയ്ത് അത് എന്തായാലും അത് ബേസ് ചെയ്താണ് അതിൽ നിന്നൊക്കെയുള്ള പ്രോബ്ലം നിങ്ങൾക്ക് അടുത്ത സീരീസ് എക്സാമിനും പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഇത് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾ ഇതിപ്പോ സ്ഥിരമായിട്ട് ഉത്തരം തരുന്ന കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉത്തരം തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇവിടെ ഇല്ലേ, അല്ലെങ്കിൽ ഉണ്ടാ, അല്ലെങ്കിൽ അമിത് പറയുന്ന പോലെ നിർത്തിയിട്ട് പോയാ പ്രോബ്ലംസ് കണ്ടപ്പോ? സാർ ഞാൻ പോയിട്ടില്ല സാർ. നീയില്ല, നെറ്റിന്റെ കാര്യം ഏകദേശം തീരുമാനം. നീ പോലെ പോയാ ജനറൽ ആയിട്ട് പറഞ്ഞല്ലോ അല്ലെ? അങ്ങനെ ഓണാക്കി വെച്ചിട്ടൊക്കെ പോകുന്നത് നമ്മള് പണ്ട് പറഞ്ഞല്ലേ, നീ പോവാം അല്ലെ? അപ്പോ ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വേറെ അഡീഷണൽ വീഡിയോസ് കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. കാരണം ആസ് സച്ച് പ്രോബ്ലംസ് കൺസെപ്റ്റ് ഇതെല്ലാം അത്ര ഭയങ്കര ടഫായിട്ടുള്ള സാധനമൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ടൈം കുറച്ചുകൂടെ വേണം, അത് ആണ് നമുക്ക് തൽക്കാലം ഇല്ലാത്തത്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് റെഫർ ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് വിളിക്കാം അല്ലെങ്കിൽ ഞാൻ അഡീഷണൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്കിനി യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോണിന്റെ കേസ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, so a simply supported beam subjected to UDL. Second case, it is simply supported beam with uniformly distributed load, UDL. Okay, so we will come. So let us consider a simply supported beam with a uniformly distributed load. Okay, so load be W Newton per meter, and let the length of this one be L. Okay, let these 2 points be A and B.
ഇതിന്റെ ഷിയർ ഫോഴ്സ് ത്രൂ ഔട്ട് ഞാൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൊടുത്തിട്ടുള്ള നമുക്ക് ജനറൽ കേസ് എന്നുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, നൗ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയാണ്? നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? We have to first find the reactions. We'll start with the reactions. Okay, now here നമുക്ക് അത് ഫോഴ്സ് ബാലൻസ് ചെയ്യാം. That is RA plus RB is equal to total load. അല്ലെ, ഇവിടെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ W into L ആണ്. W into L will give you the total load. Fine. And let us balance the moment. Okay, moment with respect to A is equal to 0 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് clockwise moment is equal to anti-clockwise moment എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലോക്ക്വൈസ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ UDL ഇവിടെ അപ്ലൈ ചെയ്യുന്ന മൊമെന്റ് ആണ് അല്ലെ. ഈ UDL ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഇത് ടോട്ടൽ ലോഡ് ഓക്കെ. സോ ടോട്ടൽ ലോഡ് ഇതാണ് എന്റെ ടോട്ടൽ ലോഡ് അല്ലെ. സോ ലോഡ് ഇൻറ്റു total load is W into L is the total load into, see this load is acting with respect to A ആണ് moment എടുക്കുന്നത്. This load is acting at the center അല്ലെ, into length is L by 2, right? So WL is the total load which is acting at L by 2 distance. Okay, WL is the total load which is acting at L by 2 distance is equal to എന്തായിരിക്കും? RB into L ആയിരിക്കും. Or from this എനിക്ക് പറയാം RB is equal to, let this be my first equation, RB is equal to WL by 2. Okay, let this be my second equation. Substituting 2 in 1 in the term, reaction RA is equal to WL by 2. Okay, so under reactions കിട്ടി, RA RB കിട്ടി. ഇനി നമുക്ക് proceed ചെയ്യാം with your shear force diagram. Okay, so moving on with shear force diagram. Now, for the section AC, okay, consider the section AC, sorry, AB, for the section AB, shear force at B, എന്തായിരിക്കും പറഞ്ഞോ? shear force at B. ഇതിപ്പം ഈ കേസ് ഇങ്ങനെ ആയിട്ടുള്ളത് എനിക്കിപ്പോ ഇത്രയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു റിയാക്ഷൻ RB ഉണ്ട്, ഒരു റിയാക്ഷൻ RA ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ shear force at B എന്തായിരിക്കും? shear force at B പറഞ്ഞോ? എന്തായിരിക്കും? WL by 2 പ്ലസ് ആണോ മൈനസ് ആണോ? Right upward is negative, right? So that means this is minus WL by 2. Right. Now, shear force at A എന്തായിരിക്കും? shear force at A. shear force at A. എന്തൊക്കെ ലോഡ് വരും? A വരെ എന്തൊക്കെ ലോഡ് വരുന്നതാണ് നോക്കണ്ടേ അല്ലെ. ഒന്ന് RB in upward direction, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരും? മൈനസ് ഈ മൊത്തം UDL ലോഡ് അല്ലെ. RB ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയിന്റ് ലോഡ് പ്ലസ് അല്ല സോറി RB മൈനസ് ഈ മൊത്തം ലോഡ് അല്ലെ. ഓർ അല്ല നമുക്ക് ആസ് പെർ സൈൻ കൺവെൻഷൻ മൈനസ് RB പ്ലസ് W into L, ശരിയല്ല? RB is negative, minus RB plus W into L, total load. Okay, സോൾവ് ചെയ്യുകയാണെങ്കിൽ RB നമുക്ക് കിട്ടിയ എന്താ? മൈനസ് WL by 2 ആണ് പ്ലസ് W into L. ഓൺ സോൾവിങ് എന്ത് കിട്ടും? WL by 2 എന്ന് കിട്ടും, which is positive WL by 2 is the shear force at A. നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുമ്പോൾ ഇതാണ് A and B. This point be A, the point be B. Now, shear force at B, it is minus WL by 2. താഴേക്ക് ഞാൻ മാർക്ക് ചെയ്യാണ്. Shear force at A is plus WL by 2. Okay. Now, ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യണം. നമുക്കറിയാം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ then ഈ പോയിന്റ് ജോയിൻ ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാ? യൂസിങ് എ സ്ട്രെയിറ്റ് ലൈൻ, യൂസിങ് എൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. Using an inclined straight line. Okay, so this is your shear force diagram, and this is meeting at a point. The center point meet ഏതൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് where the shear force is equal to 0. ഇനി ഈ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം എവിടെയാണ് 0 എന്ന്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷിയർ ഫോഴ്സ് എവിടെ നിന്നാണ് ഇപ്പൊ നെഗറ്റീവ് റീജിയൻ നിന്ന് പോസിറ്റീവ് റീജിയനിലേക്ക് മാറിയെന്ന ആ പോയിന്റിലായിരിക്കും
നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. അപ്പൊ ഇതൊരു സി എന്ന് പറഞ്ഞൊരു പുതിയ പോയിന്റ് ആവും. ഓക്കെ, സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് പോയിന്റ് സി. Now how will you find out the point C? ഓക്കെ, അതാണ് അടുത്ത ചോദ്യം. ഇവിടെ at point C ഇങ്ങനെ പറയാം, at point C your shear force is equal to 0. Right. അപ്പൊ ആ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ആർബിട്രറി സെക്ഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്, നമുക്ക് തീർക്കാം. So let us consider an arbitrary section xx at a distance x from the free end. Okay, consider a section, arbitrary section xx at a distance x from the free end. Okay, now the shear force at section xx എന്ന് പറഞ്ഞാൽ ആർബിട്രറി സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർ ബി മൈനസ് ആർ ബി പ്ലസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ആയിരിക്കില്ലേ? അല്ലെ, ലോഡ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എക്സ്. ഇതുവരെയുള്ള ലോഡ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു എക്സ് മൈനസ് ആർ ബി, ഇത്രയാണ് അവിടെ ഉള്ളത്. Now this is equal to 0 എപ്പോ? at point C shear force xx എന്നുള്ള സെക്ഷൻ, ഇതാണ് ജനറൽ ആയിട്ട്. Now shear force at C ആവുമ്പോ എന്തായിരിക്കും? എക്സ് ആ സി എന്നുള്ള പോയിന്റിൽ എത്തുന്ന സമയത്ത് മൈനസ് ആർ ബി പ്ലസ് ഡബ്ല്യു എക്സ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഓർ ഡബ്ല്യു എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ബി, ഓർ എനിക്കിവിടെ പറയാം, ഓർ x distance is equal to RB divided by small w. അല്ലെ, ആർ ബി നമുക്കറിയാം, ആർ ബി എന്താ? ആർ ബി മൈനസ് ഡബ്ല്യു എൽ ബൈ 2 ആണ്, ഡിവൈഡഡ് ബൈ ഡബ്ല്യു. So cancel ചെയ്താൽ the distance x is nothing but L by 2. So at center distance your shear force is equal to 0. So the distance is L by 2. Okay, at center point. So എത്രേ ചെയ്തിട്ടുള്ളൂ? ഷിയർ ഫോഴ്സ് 0 ആവുന്ന എവിടെയാന്ന് നോക്കി, അല്ലെ, എവിടെയാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സെക്ഷൻ എടുത്തു, ഒരു ആർബിട്രറി സെക്ഷൻ എടുത്തു ആ പോയിന്റിലൂടെ. ഓക്കെ, ആൻഡ് ഞാൻ അസ്യൂം ചെയ്യാണ് അറ്റ് സി ലെറ്റ് ദ ഡിസ്റ്റൻസ് ബി എക്സ്. ഇനീഷ്യലി ഞാൻ സി എന്നുള്ള പോയിന്റിൽ ലെറ്റ് ദ ഡിസ്റ്റൻസ് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. സി ലെറ്റ് ദിസ് പോയിന്റ് ബി സി, സെക്ഷൻ പോകുന്ന പോയിന്റ് സി ആയിക്കോട്ടെ. നൗ ലെറ്റ് ദ ഡിസ്റ്റൻസ് ടു സി ബി എക്സ്. ഓക്കെ, അത് ഒരു എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മൈനസ് ആർ ബി പ്ലസ് ഡബ്ല്യു ഇൻറ്റു എക്സ്. എനിക്ക് അറിയില്ല, ഡിസ്റ്റൻസ് അറിയില്ല, അത് എത്രയാണ്, അതുകൊണ്ട് ഞാൻ എക്സ് എന്ന് പറഞ്ഞു, അല്ലെ. ഡബ്ല്യു ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാലോ. എക്സ് ഇസ് ഈക്വൽ ടു ആർ ബി ബൈ ഡബ്ല്യു, സോൾവിംഗ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു എൽ ബൈ 2. Okay, so the distance is L by 2. Okay, at L by 2 you will get your shear force value as 0. Clear ആണോ? കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തായാലും ഏതാണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആണോ? അല്ല, മൈനസ് എൽ ബൈ 2 അത് ഇമ്മറ്റീരിയൽ ആണ്. കാരണം മൈനസ് എന്നുള്ള വാല്യൂ നോക്കണ്ട, കാരണം നമുക്ക് അറിയേണ്ടത് ഡിസ്റ്റൻസ് ആണ്, അല്ലെ. നമുക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് മാത്രമേ അറിയേണ്ടുള്ളൂ. അല്ല, മൈനസ് വരില്ല, സോറി മൈനസ് എന്തായാലും വരില്ല. എന്തായാലും എന്താ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആർ ബി, അല്ലെ, പ്ലസ് ആർ ബി. ആർ ബിന്റെ വാല്യൂ മാത്രമേ ഇട്ട് കൊടുക്കണ്ടു, കാരണം നമുക്ക് അറിയേണ്ട ഡിസ്റ്റൻസ് മാത്രമാണ്. നമുക്ക് ആ ഡയറക്ഷനിൽ നമ്മൾ എടുത്തതാണ്, ഡിസ്റ്റൻസ് മാത്രമേ കിട്ടാനുള്ളൂ. സോ എക്സ് വാല്യൂ എൽ ബൈ 2. ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാം. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു കാര്യം ചെയ്തോ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒന്ന് വരക്കാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഏതാണ്ട് ടൈമായി. ഓക്കെ, ഒറ്റ കാര്യമേ ഉള്ളൂ, 2 പോയിന്റിലും ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. സെന്റർ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. അത് കാണാലോ, ഒരു ആർ ബി എന്നുള്ള ഫോഴ്സും ഒരു യു ഡി എല്ലിന്റെ ഫോഴ്സും കൂടെ ഉള്ള. സോ ഫൈൻഡ് ദ വാല്യൂ. എന്നിട്ട് കർവ് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കി വെക്കുക. നമ്മളെ സ്ലോപ്പിന്റെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ആ കർവ് കൂടെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, ബ്രേക്ക് ചെയ്യാൻ കളയുന്നില്ല. എല്ലാവരും ഉണ്ടോ? ഇല്ല.
ഒരാൾ ആബ്സെന്റ് ആണല്ലോ. ആരാന്നറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരാള്, രണ്ടുപേര് ആബ്സെന്റ് ആണ്. ധർമ്മേഷ് ഉണ്ടോ? ധർമ്മേഷ് ഇല്ല സാർ. ധർമ്മേഷ് ഇല്ല അല്ലെ? ഓക്കെ. പിന്നെ അടുത്ത ആള് ആരാ? വിഷ്ണു ശ്രീരാമ സാറ്. അടുത്ത ആരാ? ഒരാൾ കൂടി ആബ്സെന്റ് ആണല്ലോ. അതുകൊണ്ട് പറഞ്ഞു ഒഴിവാക്കാം. ആരാത്? അമിത് ഇപ്പൊ പോയതാ? ആ ഓക്കെ ഫൈൻ. എന്നാ ധർമ്മേഷ് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, എന്നാ ശരി. ഓക്കെ, ശരി. താങ്ക് യു സാർ. സാധനങ്ങൾ സെൻഡ് ചെയ്ത് തരാം.